ചേച്ചി ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം നോക്കിട്ട്. അപ്പ ഞാൻ വയക്കാൻ പോയിട്ട് നോക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം വരെ കൊണ്ടു തന്നില്ല. എന്താണ് ഞാൻ വയക്കാൻ പോയി ചേച്ചി, വയക്കാൻ പോയി അയാൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ വെച്ചാൽ ഞാൻ എന്നിട്ട് വേറൊരു വീട്ടിൽ കയറി കുടിക്കാൻ കഴിയാം, കഞ്ഞിയും വെള്ളത്തിന് കഴിക്കാൻ കഴിയും. ഇന്നത്തെ കാലം ചേച്ചിയിലേക്ക് എത്തട്ടെ തിരിച്ച് ഞാൻ ആടെ ഓടി വന്ന് വെള്ളം കുടിക്കോളെ വയക്കാൻ പോയി. നീ പോന്നോണ്ട് ഞാൻ എന്നിട്ട് അയാൾ എന്തൊക്കെ കൊടുത്തന്നിനാ ചായ ഒന്നും കിട്ടിയില്ല. ഒന്നും കൊണ്ടുവന്നില്ല. ഞാനായി ഞാൻ അത് ചേച്ചീന്റെ അടുത്ത് ഓടി എത്താൻ കളിച്ചു. ചേച്ചീന്റെ അടുത്തൊന്ന് വെള്ളം കുടിക്കാന്ന് വെച്ചിട്ട് വീടിനെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം മേടിച്ചു കേറുമ്പോ ഞാൻ ക്ഷീണായിട്ടാണ് വീണിട്ടുണ്ടെങ്കിൽ അവര് പറയില്ലേ. ഞാൻ എന്നിട്ട് എങ്ങനെയോ കൂടിയാ ചേച്ചി പച്ചവെള്ളം മേടിച്ചു. അങ്ങനെയല്ല എല്ലാ വീട്ടിലും കയറിയിട്ട് അങ്ങനെ ഓടിയിട്ട് എന്റെ കൂടെ പറപ്പിന്റെ അടുക്ക് എത്തിയില്ലേ, അതാണ് നോക്കേണ്ടത്. എന്താണ് ചോരയ്ക്ക് ഓരോന്നും ആർക്കും തോന്നുവാ. അതല്ലേ ശരിയല്ലേ? വഴിക്ക് കയറിയിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഉഴുന്ന് കഞ്ഞി കുടിച്ചിട്ട് അപ്പൊ അവര് പോയിനി, ഉഴുന്ന് കഞ്ഞി കുടിച്ചിട്ട് അവള് പോയിന്ന് പറയില്ലേ. കഞ്ഞിയൊന്നും കുടിക്കണ്ട, ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചൂടെ? എല്ലാരും കിടങ്ങ് മാറ്റിയിട്ട് പൂട്ടിക്കിട്ട് വീട് തുറക്കാൻ ഞങ്ങൾക്ക് കിടങ്ങ് കിട്ടിട്ട് തുറന്നിട്ട് അകത്ത് ഇറങ്ങി പണ്ടത്തെ പോലെയല്ലപ്പ ഇപ്പൊ തെച്ചും കിടങ്ങേറ്റ വീടാണ്, ഗേറ്റും പൂട്ടിയിട്ട്. ആ വീടെല്ലാം കഴിക്കാട്ടെ. എന്തപ്പ ഇങ്ങനെ കരിവാളിച്ചിന് പോയില്ലേ രാവിലെ പോയി ഉച്ചവരെ വയ്ക്കുമ്പോ. എന്നാ പോകുമ്പോ ആരോടൊന്നും പറഞ്ഞിട്ടല്ലേ പോലെ പറയാം. ഞാൻ അയാളെ കൊണ്ടുവരുന്ന വിചാരിച്ചിനി. അയാളോട് വിളിച്ചു പറയണ്ടേ ചായ സമയം വരെ വയക്കണ്ട, ഒരു 12 മണിയാകുമ്പോൾ കയറണേ. അങ്ങനെ ഒരു പണിക്ക് പോയിട്ട് കയറാൻ കഴിയാൻ പിന്നെ ചായ ഇല്ല പിന്നെ അങ്ങനെ കയറിക്കൂടെ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓള് 10 മണിക്ക് കയറിപ്പോയി പറയും. പിന്നെ ഒരു പണിക്ക് വിളിക്കുക നമ്മളാ. വരുമ്പം പറയാ ചായ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കയറി. സമയം ഒന്നും ആയിട്ടില്ല കയറാൻ. നടക്കറിയില്ല. അങ്ങനെ പറയാനേ ഉള്ളൂ. അല്ല വഴിക്കെങ്ങാനാ വീണ്ടെങ്കിൽ ഇപ്പൊ എന്തെന്ന് ചെയ്യാനാണ്? ആരാ കാണുക? ആര് കാണേ? ഇതാണ് പണിക്ക് പോയാലുള്ള അവസ്ഥ. ഞാൻ കുറച്ച് കിടന്നാട്ടെന്നാലും കുറച്ച് കിടക്കട്ടെ, കുറച്ച് നാട്ടിനോടൊന്നും പറയണ്ട ചേച്ചി. അതെ പറയാണ്ടിരിക്കാൻ കഴിയാ ഇങ്ങനത്തെ ഇതിനെ. പോവാൻ പറ്റില്ല. കരമ്പൂ എന്തിനാ നീ പിന്നെ ചായ കൊണ്ടുതരാതൊക്കെ പണിക്ക് പോയി കരമ്പൂലേ? ആരെങ്കിലും പറഞ്ഞാൽ അനക്കല്ലേ കുഴപ്പോ? പറഞ്ഞോന്ന് ചോദിച്ചിട്ട് അന്ന ഇതാക്കൂലേ? എല്ലാം പറയിക്കൊന്നും വേണ്ട. അന്നേരം പിന്നെ പെണ്ണിന് ഇതായിട്ടൊന്നും കേട്ടാ. എന്റെ എന്നും കാണുന്നില്ലല്ലോ. എല്ലാം തോപോലെ ഫോണിന്റെ വിളിച്ചേട്ടെ. ദൈവേ ഞാനിപ്പോ ആര് ചരക്ക് വിളിക്കാൻ പറ്റുന്നില്ല. വിളിക്ക് വെച്ചോട്ടെ. എനിക്ക് പറിച്ചിട്ട് ഹലോ എന്റെ ദൈവേ വന്നാട്ടെ ഇവളെ രാവിലെ പോയി എന്നാ വിളിച്ച എന്നാ ഫോണ് വിളിച്ച എന്നാന്ന് രാവിലെ പോയി ഇതിലൂടെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞത് പോകണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ചൂട് കാലാവസ്ഥയാണ്, എന്താ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞ കൂട്ടാക്കണ്ടേ? അവിടെ പോയി ചായ ഒന്നും കിട്ടിയില്ല. ചായ വെള്ളം കിട്ടണല്ലേ? വെള്ളം കുടിച്ചിട്ട് ആ ക്ഷീണായി ആരും വീട് എന്നാ പോണെങ്കി പോ. എന്നാ വേണ്ടേ? വേണുവല്ലേ? ഒന്ന് പിന്നെ ഓട്ടം കൊണ്ട് വരുക. എന്റെ വീടിന്റെ അടുത്തേക്ക് പിന്നെ കനകയും കൂടി ഒന്ന് ആസ്പത്രിയിൽ പോകാൻ വേണ്ടിട്ടാ. ഇവിടെ എവിടെയോ വയക്കാൻ പോയിട്ട് ഇപ്പൊ എന്താ വെള്ളവും തണ്ണിയൊന്നും കുടിക്കാണ്ട് നടന്നിട്ട് ക്ഷീണം വന്നിട്ട് ഇവിടെ അതെയാ? എന്നാ ശരി. വേഗം വരാം. ഓക്കെ വേണു വരുന്നുണ്ട്. വരുന്നുണ്ട് പോലും. പോകാം. നടക്കാനാവൂലേ? കൈ പിടിക്കാൻ ഇനി ഒറ്റ ദിവസം ഇങ്ങനത്തെ പണിക്ക് പോയി പറയാം. ചായയും വെള്ളം ഇല്ലാതെ പണിക്ക്